ജീവനും കൈപിടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഓടേണ്ടി വന്നു. ഇതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഇറാന്റെ വധഭീഷണിയെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹങ്ങളുള്ള ഭരണത്തലവന് പോലും ഒരു രഹസ്യ വിമാനത്തിൽ രക്ഷപ്പെടേണ്ടി വന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ മാസം തുർക്കിയിൽ വെച്ചാണ് ഹോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ട്രംപ് സഞ്ചരിച്ചത് എയർഫോഴ്സ് 1 എന്നായിരുന്നു വൈറ്റ് ഹൗസ് ആദ്യം ലോകത്തെ അറിയിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ മൂന്നാമതൊരു വിമാനത്തിലായിരുന്നു ട്രംപിന്റെ ഈ രഹസ്യയാത്രയെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കി തലസ്ഥാനമായിട്ടുള്ള അങ്കാറയിൽ നിന്നും മടങ്ങുമ്പോഴാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അതിവിദഗ്ധമായി ഈ നീക്കം നടത്തിയത്. ഇറാനുമായുള്ള സംഘർഷം അതിരൂക്ഷമായിരുന്ന സമയത്തായിരുന്നു അത്. തുർക്കിയാകട്ടെ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യവുമാണ്. അങ്കാറയിൽ വെച്ച് മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ പഴയ എയർഫോഴ്സ് 1 ട്രംപ് കയറിയെങ്കിലും പിന്നീട് വിമാനത്താവളത്തിലെ ഒരു കാറ്ററിംഗ് ട്രക്കിൽ അദ്ദേഹം രഹസ്യമായി മറ്റൊരു ഭാഗത്തേക്ക് മാറുകയായിരുന്നു. അവിടെ നിന്നും പ്രസിഡന്റിനെ C-32A എന്ന ചെറിയ സൈനിക വിമാനത്തിലേക്ക് മാറ്റി. ഈ വിമാനം രാത്രി ഏകദേശം 10:20 ബ്രിട്ടനിലെത്തിയതായും റിപ്പോർട്ടിൽ. പഴയ എയർഫോഴ്സ് 1 മാധ്യമപ്രവർത്തകരുമായി ഏതാനും മിനിറ്റുകൾക്ക് ശേഷം മാത്രമാണ് ബ്രിട്ടനിലെത്തിയത്. അങ്കാറയിൽ നിന്നും ബ്രിട്ടനിലെ RAF മിൽഡ്ഹാണിലേക്ക് പഴയ എയർഫോഴ്സ് 1 ഉപയോഗിക്കുമെന്നാണ് ട്രംപ് നേരത്തെ തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിരുന്നത്. പഴയ കാലത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ യാത്രയെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഖത്തർ സമ്മാനിച്ച പുതുതായി നവീകരിച്ച പുതിയ വിമാനത്തിലാണ് ട്രംപ് അങ്കാറയിലെത്തിയത്. ആ പുതിയ വിമാനം മിൽഡൻഹാളിൽ നിർത്തി US സൈനികർക്ക് സന്ദർശിക്കാൻ അവസരം നൽകുമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെല്ലാം പുറമെയാണ് മൂന്നാമതൊരു വിമാനത്തിൽ അദ്ദേഹം രഹസ്യമായി യാത്ര ചെയ്തത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതോടെയാണ് പുതിയ വിമാനത്തിന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള സംശയങ്ങളും പല കോണുകളിൽ നിന്നായി ഉയർന്നു വരുന്നത്. ഇതിനോട് വൈറ്റ് ഹൗസ് പ്രതികരിച്ചത് വളരെ വ്യക്തമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഖത്തർ നൽകിയ വിമാനത്തിൽ പ്രസിഡന്റിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഉയർന്ന നിലവാരമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും, എന്നാൽ അമേരിക്കയ്ക്ക് നിരവധി ശത്രുക്കൾ ഉള്ളതുകൊണ്ട് എല്ലായ്പ്പോഴും കൂടുതൽ ജാഗ്രത പുലർത്തും എന്നതാണ്. ഇത്തരം ഭീഷണികളെ നേരിടാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും അമേരിക്ക ഉപയോഗിക്കുന്നുണ്ടെന്നും കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ പ്രതികരിച്ചിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോഴും ലോക പോലീസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണത്തലവന് ഇതുപോലെ ഒളിച്ചു പോകേണ്ടി വന്ന ഗതികേടിനെക്കുറിച്ചും മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട്.